നമസ്കാരം. ജ്യോതിടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന മെയ് മാസം 14-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണല്ലോ. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മിഥുനക്കൂറുകാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മകയിരം നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഇവരുടെ ജന്മക്കൂറിലേക്കാണ് വ്യാഴം ഇപ്പോൾ വരുന്നത്. ചാരവശാൽ വ്യാഴം ജന്മക്കൂറിൽ വരുന്നത് ഒരു നല്ല ഫലത്തെയല്ല കൊടുക്കുന്നത്. വ്യാഴം ഒരു വ്യക്തിയുടെ ജന്മക്കൂറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിന് ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ നഷ്ടങ്ങളും തൊഴിൽ തടസ്സങ്ങളും ഉണ്ടാകും. മറ്റുള്ളവരുമായി കലഹിക്കുവാനുള്ള ഒരു പ്രവണതയും അതുമൂലം പലരുമായും ശത്രുതകളും ഉണ്ടാകുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ബുദ്ധിക്ക് ഒരൽപ്പം മാന്ദ്യം സംഭവിക്കുന്നു. പല കാര്യങ്ങളിലും വ്യക്തമായ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയാതെ നമ്മൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു. എടുക്കുന്ന തീരുമാനങ്ങൾ പലതും അബദ്ധമായി പോവുകയും ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന തൊഴിൽ നഷ്ടപ്പെടുവാനോ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഇടയുണ്ട്. ചെയ്യുന്ന തൊഴിലോ തൊഴിൽ ചെയ്യുന്ന സ്ഥലമോ അല്ലെങ്കിൽ നമ്മുടെ താമസ സ്ഥലമോ മാറുവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകുന്നു. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വ്യാഴം ചാരവശാൽ ജന്മക്കൂറിൽ വരുമ്പോഴുള്ള പൊതുഫലങ്ങളാണ്. ഒരു പൊതുഫലം പറയുമ്പോൾ അത് 12 രാശികളിൽ ജനിച്ച 27 നക്ഷത്രക്കാർക്കും ഒരുപോലെ ബാധകമാണ്. വ്യാഴം ജന്മക്കൂറിൽ വരുമ്പോൾ എല്ലാ കൂറുകാർക്കും ഒരേപോലെയുള്ള അനുഭവങ്ങൾ തന്നെ ആയിരിക്കുകയില്ല. കാരണം അപ്പോൾ അവർക്ക് നടക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുന്നു. ഒരു വ്യാഴമാറ്റത്തിൻ്റെ ഫലം പറയുമ്പോൾ ജാതകത്തിൽ വ്യാഴം അവർക്ക് ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണെന്നും ആ വ്യാഴം എത്രാം ഭാവത്തിലാണ് നിൽക്കുന്നതെന്നും കണക്കിലെടുക്കണം. ഇവിടെ വ്യാഴം മിഥുനക്കൂറുകാർക്ക് 7ഉം 10ഉം ഭാവാധിപനാണ്. 2 കേന്ദ്രഭാവങ്ങളുടെ ആധിപത്യം വരുന്നതുകൊണ്ട് വ്യാഴന് കേന്ദ്രാധിപത്യ ദോഷം സംഭവിച്ചിരിക്കുന്നതിനാൽ വ്യാഴം ഇവർക്ക് അത്ര ശുഭനല്ല. എന്നാൽ 3, 6, 8, 12 ഭാവാധിപത്യം ഇല്ലാത്തതിനാൽ വ്യാഴം ഇവർക്ക് അശുഭനുമല്ല. അതിനാൽ തന്നെ ഇപ്പോൾ ജന്മക്കൂറിൽ വരുന്ന വ്യാഴം ഇവർക്ക് വലിയ ദോഷം നൽകാൻ സാധ്യത കുറവാണ്. മാത്രമല്ല മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴനെക്കുറിച്ച് ഹോരാശാസ്ത്രത്തിൽ വളരെ നല്ല ഫലമാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യങ്ങളെ ഒന്നുകൂടി വിലയിരുത്തി നോക്കാം. ഒരു ഭാവത്തിൻ്റെ ഫലം അനുഭവത്തിൽ വരണമെങ്കിൽ ആ ഭാവത്തിനോ ഭാവപതിക്കോ ലഗ്നവുമായോ ലഗ്നാധിപനുമായോ ഒരു ബന്ധം വേണം. ജ്യോതിഷത്തിലെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാണിത്. ഈ നിയമപ്രകാരം ഈ കൂറുകാരുടെ 7ഉം 10ഉം ഭാവാധിപനായ വ്യാഴം ജന്മക്കൂറിൽ വരുമ്പോൾ 7ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും 10ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അനുഭവത്തിൽ വരും എന്ന കാര്യം ഉറപ്പാണ്. 7ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ദാമ്പത്യപരമായ കാര്യങ്ങൾ തന്നെയാണ്, നമ്മുടെ ജീവിത പങ്കാളിയുടെ കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ ജന്മക്കൂറിൽ വ്യാഴൻ വരുമ്പോൾ അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെയും ജീവിത പങ്കാളിയെയും സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കാമല്ലോ. ഇവിടെ ജന്മക്കൂറിൽ നിന്നുകൊണ്ട് വ്യാഴം തൻ്റെ 7ാമത്തെ ദൃഷ്ടി കൊണ്ട് ഇവരുടെ 7ാമത്തെ ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നുമുണ്ട്. ഒരു ഭാവാധിപൻ തന്നെ ഭാവത്തെ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ശുഭഫലം ലഭിക്കുന്നതാണ്, അത് ഒരു പാപഗ്രഹമായാൽ പോലും. ഇതും ജ്യോതിഷത്തിലെ മറ്റൊരു പ്രമാണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവർക്കിപ്പോൾ ദാമ്പത്യപരമായ കാര്യങ്ങളിൽ നിന്നും വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതകത്തിൽ വ്യാഴം 3, 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കാൻ പാടില്ല, പ്രത്യേകിച്ചും 8, 12 എന്നീ ഭാവങ്ങളിൽ. ഇവിടെ നമ്മൾ ചന്ദ്രാൽ ഫലം പറയുമ്പോൾ ജാതകത്തിലും ചന്ദ്രാൽ ഈ ഭാവങ്ങളിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എന്നാൽ നിങ്ങൾ ലഗ്നം വെച്ചാണ് നോക്കുന്നതെങ്കിൽ ലഗ്നാൽ വ്യാഴം ഈ പറഞ്ഞ സ്ഥാനങ്ങളിലാണോ എന്ന് നോക്കണം. ഇവർക്കിപ്പോൾ ദാമ്പത്യപരമായി നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ പ്രണയിക്കുന്നവർക്കും ഇത് അനുകൂലമായ കാലഘട്ടമായിരിക്കും. കാരണം ജന്മക്കൂറിൽ നിൽക്കുന്ന 7ാം ഭാവാധിപൻ്റെ ദൃഷ്ടി ഇവരുടെ 5ലും 7ലും 9ലും പതിയുകയാണ്. അതിനാൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ കാലമാണ്. ആരോഗ്യകരമായ രീതിയിൽ പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയത്തെ വിവാഹത്തിലെത്തിക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നതുമായിരിക്കും.
വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇത് അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. പല വിവാഹ ആലോചനകൾ മുടങ്ങിപ്പോയി നിരാശയിൽ കഴിയുന്നവർക്ക് ഇപ്പോൾ അനുയോജ്യമായ ഒരു ബന്ധം ഒത്തുവരുവാനും വിവാഹം നടക്കുവാനും സാധ്യതയുണ്ട്. 5-ാം ഭാവം സൂചിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണല്ലോ. വ്യാഴം സന്താനകാരകനും കൂടിയാണ്. അപ്പോൾ ഈ വ്യാഴൻ്റെ ദൃഷ്ടി ജന്മക്കൂറിൽ നിന്നും 5-ാം ഭാവത്തിൽ പതിയുമ്പോൾ സന്തതികൾ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വളരെയേറെ സാധ്യതകളുണ്ട്. ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുള്ളവർ ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ ഒരു കുഞ്ഞിനെ തരിക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ 7-ാം ഭാവം 2ാമത്തെ കുട്ടിയെ സൂചിപ്പിക്കുന്നതിനാൽ 2ാമതായി ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് 2ാമതായി ഒരു കുഞ്ഞിനെ ലഭിക്കുവാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പോൾ 3ാമതായി ഒരു കുഞ്ഞ് ജനിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അത് വേണോ എന്ന് 3 വട്ടം ചിന്തിച്ച് തീരുമാനമെടുക്കുക. വ്യാഴൻ്റെ ദൃഷ്ടി നമ്മുടെ 5ഉം 9ഉം ഭാവങ്ങളിൽ പതിയുമ്പോൾ അത് ഹയർ എഡ്യൂക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത്. പഠനകാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ഉന്നത പഠനങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി പഠനകാര്യങ്ങൾ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയം തന്നെയാണ്. പക്ഷേ ഒരു വിദേശ പഠനത്തിന് അനുകൂലമായ ഒരു ദശയോ അപകാരമാണോ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഒരു വിദേശ പഠനം നിങ്ങളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നും നോക്കിയിട്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാവൂ. ഉപരിപഠനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ പലതും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യവും കൂടി കണക്കിലെടുത്ത് വേണം അത്തരം തീരുമാനങ്ങളിൽ എത്തിച്ചേരാൻ. ഗോചരത്തിൽ ഒരു ഗ്രഹം അനുകൂല സാഹചര്യത്തിൽ വന്നു എന്ന് കരുതി നമ്മുടെ ജാതകത്തിലെ ഫലം മാറ്റാനാകില്ല. എന്തായാലും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഒരു യാത്ര വേണ്ടി വരും. കാരണം 7-ാം ഭാവാധിപൻ 7-ാം ഭാവത്തെയും 9-ാം ഭാവത്തെയും ദൃഷ്ടി ചെയ്യുകയാണല്ലോ. 7ഉം 9ഉം ഭാവങ്ങൾ ദീർഘയാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഒരു ദീർഘയാത്ര വേണ്ടിവരും എന്ന കാര്യം ഉറപ്പാണ്. അത് ഒരു വിദേശ രാജ്യമാകാം, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലുമാകാം. നിങ്ങളുടെ ജാതകത്തിൽ വിദേശയാത്രയ്ക്ക് വേണ്ട ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ മാത്രം അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക. കാരണം വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പൊതുഫലങ്ങൾ പറഞ്ഞയിടത്ത് സാമ്പത്തിക നഷ്ടവും മനസ്സിന് ദുഃഖകരമായ അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ കാലഘട്ടത്തിൽ വ്യക്തമായ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയില്ല എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ജാതകവശാൽ ഇപ്പോൾ അനുകൂലമായ സമയമാണോ എന്ന് നോക്കിയിട്ട് വേണ്ടപ്പെട്ടവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു വിസയ്ക്ക് വേണ്ടിയോ മറ്റോ പണം ആരുടെയെങ്കിലും കയ്യിൽ കൊണ്ടു കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ നേരത്തെ വിസയ്ക്ക് വേണ്ടി കാശ് കൊടുത്തവർ വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ ജാതകം പരിശോധിപ്പിച്ചതിന് ശേഷമായിരിക്കുമല്ലോ നിങ്ങൾ വിസയ്ക്ക് വേണ്ടി പണം കൊടുത്തിരിക്കുന്നത്. 10-ാം ഭാവാധിപൻ ജന്മക്കൂറിൽ വന്നിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് തൊഴിൽപരമായ ഉത്തരവാദിത്വങ്ങൾ കൂടുതലാകുവാനുള്ള സാധ്യതയെ കാണിക്കുന്നു. മാത്രമല്ല തൊഴിൽപരമായി ദീർഘദൂര യാത്രകൾക്കും ഇടവരുന്നു. നിങ്ങൾ മുതിർന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ കാലമായിരിക്കും ഇത്. അവരുടെ ഇളയ സഹോദരങ്ങൾക്കും പിതാവിനും അനുകൂലമായ കാലവുമായിരിക്കും. ജന്മക്കൂറിൽ വരുന്ന വ്യാഴം ഈ രാശിക്കാരുടെ 2-ാം ഭാവത്തെയോ 11-ാം ഭാവത്തെയോ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനാൽ തൊഴിലിൽ നിന്നും പറയത്തക്ക നേട്ടങ്ങളൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ജന്മക്കൂറിൽ നിന്നും നിങ്ങളുടെ 5, 9 ഭാവങ്ങളിൽ വ്യാഴൻ ദൃഷ്ടി ചെയ്യുമ്പോൾ 1, 5, 9 എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മ ത്രികോണ ഭാവങ്ങളാണ്. ജന്മക്കൂറിൽ വരുന്ന വ്യാഴൻ്റെ ദൃഷ്ടി ഈ ഭാവങ്ങളിൽ പതിയുകയാൽ നമ്മുടെ ധാർമ്മിക ഭാവങ്ങൾ ഉണർന്നു വരികയാണ് ചെയ്യുന്നത്. മിഥുനക്കൂറുകാർക്ക് വ്യാഴം കർമാധിപൻ കൂടിയാകയാൽ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം ധർമ്മത്തിലൂന്നിക്കൊണ്ടുള്ളതായിരിക്കണമെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മനസ്സിൽ ഭക്തിയും ആധ്യാത്മികമായ ചിന്തകളും ഉണർന്നു വരുന്ന കാലമായിരിക്കും ഇത്. ആത്മീയമായ മേഖലകളിൽ പ്രവർത്തിക്കുവാനോ തീർത്ഥയാത്രകൾ നടത്തുവാനോ ഇപ്പോൾ സാധിക്കുന്നതാണ്. അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആത്മീയ ഗുരുക്കന്മാർക്കും ഇത് അനുകൂലമായ സമയമാണ്. മിഥുനം രാശി കാലപുരുഷ ചാർട്ടിൽ 3ാമത്തെ രാശിയാണ്. അതിൻ്റെ അധിപൻ ബുധനുമാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മീഡിയ, ടെലികമ്മ്യൂണിക്കേഷൻ, മീഡിയ, ജ്യോതിഷം, ആഡിറ്റിംഗ്, അക്കൗണ്ടിംഗ്, ബാങ്കിംഗ് മുതലായ മേഖലകളെ സൂചിപ്പിക്കുന്ന രാശിയാണ്. അതിനാൽ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ അനുകൂലമായ കാലമായിരിക്കും. ഇവർക്കിപ്പോൾ തൊഴിൽ പുരോഗതിയും
തൊഴിലിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും പത്രമാധ്യമങ്ങൾ, TV ചാനലുകൾ എന്നിവിടങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും ന്യൂസ് റീഡർമാർക്കുമൊക്കെ ഇത് അനുകൂലമായ കാലം തന്നെയായിരിക്കും. അഭിഭാഷകർക്കും അതുപോലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും തങ്ങളുടെ തൊഴിലിൽ നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ്. മോട്ടിവേഷൻ സ്പീക്കർമാർ, പ്രാസംഗികർ, എഴുത്തുകാർ, പാട്ടുകാർ, ചിത്രരചന, ശില്പകർമ്മങ്ങൾ ചെയ്യുന്നവർ ഇവർക്കൊക്കെ ഇത് അനുകൂലമായ കാലമാണ്. സർഗാത്മകമായ സൃഷ്ടികൾ രചിക്കുന്നവർക്കും ഉത്തമമായ കാലഘട്ടമാണിത്. ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം അനുകൂലമായിരിക്കുവാനാണ് സാധ്യതകൾ ഏറെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജാതകവുമായിട്ടും ഇപ്പോൾ നടക്കുന്ന ദശയ്ക്കും അപകാരത്തിനുമനുസരിച്ചും വ്യത്യാസം വരാം. ഈശ്വരവിശ്വാസത്തിലൂടെയും ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള കർമ്മത്തിലൂടെയും ഏത് മോശം സാഹചര്യത്തിൽ നിന്നും നമുക്ക് കരകയറി വരുവാൻ സാധിക്കും. അതിനാൽ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.